അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ളുഹാ നിസ്കാരത്തിൻ്റെ അതിമനോഹരമായ 3 പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനകൾ പതിവാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ചു തരും. ളുഹാ നിസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സമയമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം രാവിലെ എഴുന്നേറ്റത് മുതൽ ഉച്ചവരെ വലിയ തിരക്ക് പിടിച്ച സമയം. രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടുജോലികൾ ചെയ്യുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, മക്കളെ സ്കൂളിലേക്കും മദ്രസയിലേക്കും പറഞ്ഞയക്കുന്നു, അതുപോലെ ജോലി സ്ഥലത്തേക്ക് പോകാനുള്ള തിരക്ക്. ഇങ്ങനെ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ളുഹാ നിസ്കരിക്കുന്നത്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിന് അളക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം. ഈ തിരക്കുകൾക്കൊക്കെ ഇടയിൽ ഒരു മനുഷ്യൻ വുളൂ എടുത്തുകൊണ്ട് ശുദ്ധിയായി വന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, റുകൂഅ് ചെയ്യാൻ സമയം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ അവർ സാധാരണക്കാരല്ല. അവർ അള്ളാഹുവിനെ ഒരുപാട് സ്നേഹിക്കുന്നവരും അള്ളാഹു ഒരുപാട് സ്നേഹിക്കുന്നവരുമാണ്. അത് ജീവിതത്തിൽ പകർത്തുക എന്നത് അസാധാരണമായ ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ളുഹാ നിസ്കാരം ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. മരണം വരെ ഒരു മുടക്കവും കൂടാതെ എല്ലാ ദിവസവും നിർവഹിക്കാനുള്ള മനസ്സും ഭാഗ്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ഇന്ന് പറയുന്നത് ളുഹാ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള മനോഹരമായ 3 പ്രാർത്ഥനകളാണ്. ളുഹാ നിസ്കാരം പതിവാക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനകളും കൂടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ഈ പ്രാർത്ഥനകൾക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥനകൾ ഇങ്ങനെയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന: اللهم ارزقني رزقا حلالا طيبا وبارك لي فيه. ഇതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. اللهم ارزقني رزقا حلالا طيبا وبارك لي فيه. അല്ലാഹുവേ, എനിക്ക് ഹലാലായ നല്ല ഉപജീവനം നൽകണമേ, അതിൽ ബറക്കത്ത് നൽകണമേ അല്ലാഹ്. ഇനി രണ്ടാമത്തെ പ്രാർത്ഥന: اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك. രണ്ടാമത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ്: اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അല്ലാഹുവേ, ഹലാലിലൂടെ എന്നെ തൃപ്തിപ്പെടുത്തി ഹറാമിൽ നിന്ന് എന്നെ അകറ്റണമേ, നിന്റെ കൃപ കൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ എന്നെ സമ്പന്നനാക്കണമേ അല്ലാഹ്. ഇനി മൂന്നാമത്തെ പ്രാർത്ഥന: اللهم يسر لي أموري وافتح لي أبواب رزقك. ഇതാണ് മൂന്നാമത്തെ പ്രാർത്ഥന. اللهم يسر لي أموري وافتح لي أبواب رزقك. അല്ലാഹുവേ, എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കണമേ, നിന്റെ റിസ്ഖിൻ്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരണമേ അല്ലാഹ്. ഇതാണ് ളുഹാ നിസ്കാരത്തിൻ്റെ അതിമനോഹരമായ 3 പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനകൾ പതിവാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വലിയ പ്രശ്നങ്ങൾക്കും ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രയാസങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അറിയാത്ത മാർഗത്തിലൂടെ മനോഹരമായ വഴികൾ തുറന്നു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യമാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.